ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം LDC പരീക്ഷയ്ക്കകത്ത് ചോദിച്ചിരിക്കുന്ന കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്നു. 62 വയസ്സാണ് വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന പറയുന്നു. നോക്കാം ഏതൊക്കെയാണ് ശരി എന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നു ഏതാണ്? UPSC ആണ്. UPSC ആണ് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ പറ്റി പ്രതിപാദിക്കുന്നത്. എവിടെ മുതലാണ്? 315 മുതൽ 323 വരെയാണ്. ഏത് പാർട്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 14 എന്ന് ഓർത്തു വെച്ചേക്കണം. പാർട്ട് 14ലാണ്. ഇനി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു PSC ഉണ്ടാവണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 315-ലെ 1-ലാണ് പറയുന്നത്. 315-ലെ 1-ലാണ് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവണം. UPSCയുടെ നിർദ്ദേശങ്ങൾ അഡ്വൈസറി സ്വഭാവമുള്ളവയാണ്. എങ്ങനെയാണ് UPSCയുടെ നിർദ്ദേശങ്ങൾ? ഒരു ഉപദേശക സ്വഭാവം ഉള്ളവയാണ്. UPSCയുടെ പ്രവർത്തന മേഖലയിൽ വ്യതിയാനങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തന മേഖലയിൽ വ്യതിയാനങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഇപ്പൊ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ UPSCയുടെ പ്രവർത്തന മേഖലയിൽ വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി കമ്മീഷനിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിർണയിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കമ്മീഷനിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത്. കമ്മീഷനിലെ പകുതി അംഗങ്ങൾ എങ്കിലും കുറഞ്ഞത് 10 വർഷമെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ സ്ഥാനങ്ങൾ വഹിച്ചിരിക്കണം. അപ്പൊ ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്മീഷനകത്ത് 10-11 പേരുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് പകുതി അംഗങ്ങൾ എങ്കിലും എത്ര വർഷം ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പോസ്റ്റസ് വഹിച്ചിട്ടുണ്ടായിരിക്കണം. 10 ഇയേഴ്സിൽ കുറഞ്ഞത് ഉണ്ടായിരിക്കണം. പകുതി അംഗങ്ങൾ എങ്കിലും കുറഞ്ഞത് 10 വർഷമെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ സ്ഥാനങ്ങൾ വഹിച്ചിരിക്കണം. കാലാവധി 6 വർഷമല്ല എങ്കിൽ 65 വയസ്സാണ്. അപ്പൊ ഇവരുടെ കാലാവധി എത്രയാണ്? 6 വർഷമല്ല എങ്കിൽ 65 വയസ്സ്. പുറത്താക്കുന്നത് ചോദിച്ചാലും രാജിക്കത്ത് നൽകേണ്ടതും ആർക്കാണ്? പ്രസിഡന്റിനാണ് പുറത്താക്കുന്നതും രാജിക്കത്ത് നൽകേണ്ടത്. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കിടന്നാൽ ഒരാളെ അംഗങ്ങളിൽ നിന്ന് ചെയർമാനായി നിയമിക്കാനുള്ള അധികാരം, അംഗങ്ങളിൽ നിന്ന് ഒരാളെ ചെയർമാനായിട്ട് നിയമിക്കാനുള്ള അധികാരം, ആ ഒരു പോസ്റ്റ് ഒഴിഞ്ഞു കിടന്നാൽ അതും പ്രസിഡന്റിനാണ്. അപ്പം കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിർണയിക്കുന്നത് രാഷ്ട്രപതിയാണ്. കമ്മീഷനിലെ പകുതി അംഗങ്ങൾ എങ്കിലും കുറഞ്ഞത് എത്ര വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കീഴിൽ സ്ഥാനങ്ങൾ വഹിച്ചിരിക്കണം? 10 വർഷമെങ്കിലും. കാലാവധി എത്ര വർഷമാണ് ഇവരുടേത്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പുറത്താക്കുന്നതും രാജിക്കത്ത് നൽകേണ്ടതും പ്രസിഡന്റിനാണ്. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കിടന്നാൽ ഒരാളെ അംഗങ്ങളിൽ നിന്ന് ചെയർമാനായിട്ട് നിയമിക്കാനുള്ള അധികാരവും പ്രസിഡന്റിനാണ്. ഇനി ചെയർമാനോ അംഗങ്ങൾക്കോ വീണ്ടും ചെയർമാനോ അംഗമോ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വീണ്ടും അവരെ അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമല്ല. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഇവരെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഏത് രീതിയിലാണ് പുറത്താക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. UPSC അംഗങ്ങൾക്ക് കാലാവധി തീരും മുൻപേ UPSC ചെയർമാൻ പദവിയോ സ്റ്റേറ്റ് PSC ചെയർമാന്റെ പദവിയോ അലങ്കരിക്കാം. അപ്പൊ UPSCയിലെ അംഗങ്ങളുണ്ടല്ലോ, അപ്പൊ അവരുടെ കാലാവധി തീരുന്നതിന് മുൻപാണെങ്കിൽ UPSC ചെയർമാന്റെ പദവിയോ അല്ല എങ്കിൽ സംസ്ഥാന PSCയുടെ ചെയർമാൻ പദവിയോ അലങ്കരിക്കാം. അപ്പൊ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ കാലാവധി തീരും മുൻപേ UPSC ചെയർമാൻ പദവിയോ അല്ലെങ്കിൽ സംസ്ഥാന PSCയുടെ ചെയർമാൻ പദവിയോ അലങ്കരിക്കാമോ എന്ന് ചോദിച്ചാൽ അലങ്കരിക്കാം. പക്ഷെ ഇവരുടെ വീണ്ടും ചെയർമാനോ അംഗമോ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് ഈ ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ എവിടെ കൊടുക്കുന്നു വെച്ചാൽ ഇരുസഭകളിലും സമർപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. വാർഷിക റിപ്പോർട്ട് UPSC സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിക്കുന്നുണ്ട്. UPSCയുടെ ഉപദേശം നിരസിക്കാൻ ഒരു വ്യക്തിഗത മന്ത്രാലയത്തിനോ വകുപ്പിനോ അധികാരമുണ്ടോ? ഇല്ല.
ഇപ്പൊ UPSC ഒരു ഉപദേശം, ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരു അഡ്വൈസറി ബോഡി പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഉപദേശം നിരസിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിഗത മന്ത്രാലയത്തിനോ വകുപ്പിനോ അധികാരമുണ്ടോ? ഇല്ല. UPSC പറയുന്ന ഉപദേശങ്ങൾ എല്ലാ മന്ത്രാലയങ്ങളും കേൾക്കേണ്ട. ഇനി UPSCയുടെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എത്ര UPSC അംഗങ്ങൾ വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. അംഗസംഘം തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. സാധാരണയായി ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 11 അംഗങ്ങൾ വരെ UPSCയിൽ വരുന്നത്. സാധാരണയായിട്ട് എത്രയാണ് വരുന്നത്? ചെയർമാൻ ഉൾപ്പെടെ 9 മുതൽ 11 അംഗങ്ങൾ ആണ് UPSCയിൽ വരുന്നത്. UPSCയുടെ അംഗങ്ങളുടെ എണ്ണത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. അംഗസംഖ്യ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. സാധാരണയായി ചെയർമാൻ ഉൾപ്പെടെ 9 മുതൽ 11 അംഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. UPSCയുടെ പ്രവർത്തന മേഖലയിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം. മുമ്പേ പറഞ്ഞു UPSCയുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ആ പ്രസിഡന്റ് നിർദ്ദേശപ്രകാരമാണ് എത്ര ദിവസത്തേക്ക് പാർലമെന്റിൽ ഈ ഒരു ഫയല്, ആ ഒരു ബില്ല് അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചിരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് പാർലമെന്റിന് മുൻപിൽ ഈ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കണമെന്ന് നിയമമുണ്ട്. ഇപ്പൊ UPSCയുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്താൻ ആര് നിർദ്ദേശിക്കാവുന്നതാണ്? പ്രസിഡന്റ് നിർദ്ദേശിക്കാം. ആ ഒരു സംഭവം പ്രസിഡന്റ് പാർലമെന്റിന്റെ പാർലമെന്റിന് മുൻപിൽ എത്ര ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യണം? 14 ദിവസത്തേക്ക്. ഇനി പാർലമെന്റിന് അപ്പൊ വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യുകയോ ചെയ്യുക. അപ്പൊ സജഷൻസ് അല്ലെങ്കിൽ പുതുതായിട്ട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ ആർക്ക് പറ്റും? പ്രസിഡന്റിന് പറ്റും. ആ ഒരു നിർദ്ദേശം എത്ര ദിവസത്തേക്കാണ് പാർലമെന്റിന് മുൻപിൽ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാനാണ്. പാർലമെന്റിന് അവ ഭേദഗതി ചെയ്യുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് UPSC നിലവിൽ വന്നത് 26 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. 1926 ഒക്ടോബർ മാസം 1926 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് UPSC came into force. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം? ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 26 ഒക്ടോബർ 1-നാണ് UPSC നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹിയിലാണ് UPSCയുടെ ആസ്ഥാനം. ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് HK കൃപലാനിയാണ്. UPSCയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. അംഗമായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ KG അടിയോടിയാണ്. ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി, അംഗമായ ആദ്യ മലയാളി KG അടിയോടിയാണ്. ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത് റോസ് മില്യൺ ബാത്യു ആണ്. ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മില്യൺ ബാത്യു ആണ്. ആദ്യ ചെയർമാൻ എന്ന് ചോദിച്ചാൽ റോസ് ബാർക്കർ. ആദ്യ ചെയർമാൻ റോസ് ബാർക്കർ, വനിതാ ചെയർപേഴ്സൺ റോസ് മില്യൺ ബാത്യു ആണ്. പിന്നോക്ക വിഭാഗത്തിലുള്ള പൗരന്മാർക്ക് അനുകൂലമായ നിയമനങ്ങളോ തസ്തികയോ സംവരണം ചെയ്യുമ്പോൾ UPSCയുമായിട്ട് കൂടി ആലോചിക്കേണ്ടതുണ്ട്. എക്സെപ്ഷൻ കേസാണ് ഇത് വരുന്ന, അഡീഷണൽ പോയിന്റ് ആണ്. ഇല്ല. അതായത് പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്ക് എന്തെങ്കിലും നിയമനങ്ങളോ തസ്തികയുമായി ബന്ധപ്പെട്ട് സംവരണമോ ചെയ്യുമ്പോൾ UPSCയുമായിട്ട് കൂടി ആലോചിക്കപ്പെടണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണം. അപ്പൊ UPSC നിലവിൽ വന്നു 26 ഒക്ടോബർ 1. ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ധോൽപൂർ ഹൗസ് ആണ് ആസ്ഥാനം. HK കൃപലാനിയാണ് ഇതിനകത്ത് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യ മലയാളി KG അടിയോടി. റോസ് മില്യൺ ബാത്യു ആദ്യ വനിതാ ചെയർപേഴ്സണും ആദ്യ ചെയർമാൻ റോസ് ബാർക്കറുമാണ്. പിന്നോക്ക വിഭാഗത്തിലെ പൗരന്മാർക്ക് അനുകൂലമായ നിയമനങ്ങളോ തസ്തികയോ സംവരണം ചെയ്യുമ്പോൾ UPSCയുമായിട്ട് കൂടി ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് UPSCയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചിട്ട് യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രി തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ? ഇല്ല. ഭരണഘടനയെ പറ്റിയിട്ട് അംഗസംഖ്യയെ പറ്റി പോലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആരാണ് തീരുമാനിക്കുന്നത്? പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിരമിക്കൽ പ്രായം 6 മുതൽ 66 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ അംഗങ്ങളെയും ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന എങ്ങും പറയുന്നില്ല. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെയും മെയിൻസിന്റെയും GK കണക്റ്റഡ് പോയിന്റ്സിന്റെ PDF
അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ദിവസവും കുറച്ചായിട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യ പേപ്പറുകളാണ് മിനിമം വരുന്നത്. ഏകദേശം ഒരു 20 ചോദ്യ പേപ്പറുകളുടെ GK കണക്റ്റഡ് പോയിന്റ്സ് ആണ്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത്യാവശ്യം നിങ്ങൾ സിലബസ് എല്ലാം കവർ ചെയ്ത് കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. തന്നെയുമല്ല, ഈ പ്രാവശ്യത്തെ SI മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഓൾറെഡി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ തനി ആവർത്തനമാണ് പലതും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ സിലബസ് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ PS ചോദ്യ പേപ്പറുകൾ വഴി തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത്. അത് 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും ഏതായാലും അതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PYQവും കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. PS ട്രെൻഡും നമുക്ക് മനസ്സിലാക്കി പോവാനും പറ്റും. അപ്പൊ ആദ്യത്തെ 100 സ്റ്റുഡൻസിന് മാത്രമാണ് നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത്. 599 ആണ് പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പ്രിലിംസ് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മെയിൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം പ്രിലിംസ് മാത്രമാകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. ബാലൻസ് കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 23 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അവിടെ പ്രിലിംസിൻ്റെതും മെയിൻസിൻ്റെതും 2021 മുതൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഒരു 10-35 ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനാണ്. ഇനി നമ്മൾക്ക് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന കോഴ്സ് വാട്സപ്പ് വഴിയിട്ട് ഉണ്ട് 21 ഡേയ്സിന്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ആയിട്ടോ മണി, കരിയർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടമില്ലായിക, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുക, വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാതിരിക്കുക, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളെ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ ഉപബോധ മനസ്സുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഈ ലോകത്ത് ഇല്ല. അപ്പൊ അതിനെ നമ്മൾക്ക് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് വഴിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ പ്രധാനമായിട്ടും പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ഡ്രോമാസ് ഒക്കെയാണ്. അതായത് നമ്മളെ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുന്ന മേ ബി ചൈൽഡ് അബ്യൂസ് ആവാം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ അതായത് പുറകോട്ട് വലിക്കുന്നത്. ചിലപ്പം നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് തരാതെ എപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കും മേ ബി നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ നമ്മളെ തടസ്സങ്ങളാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഓരോ മുറിവുകളെയും നമ്മൾ ഉണക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ഓരോ ഗോൾസ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാവുന്ന രീതിയിലേക്കാണ് നമ്മൾ ആ ട്രെയിനിങ് വെച്ചിരിക്കുന്നത്. അതിന് ജസ്റ്റ് 1000 രൂപയാണ്. 1 ഇയർ ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. 21 ഡേയ്സ് ആണ് പ്രാക്ടീസ് വരുന്നത്. വീണ്ടും അടുത്ത 21 ഡേയ്സ് നിങ്ങൾക്ക് തന്നെ അത് ആ പ്രോഗ്രാംസ് കേട്ടിട്ട് തന്നെ വീണ്ടും ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസിന്റെ ബാച്ചും നമ്മൾക്ക് അത് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരവരുടെ ലൈഫ് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.